വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എന്താ തന്റെ ഉദ്ദേശം? അബി കണ്ണിലേക്ക് നോക്കി ചോദിക്കുമ്പോൾ വിശ്വയുടെ മുഖം ചുളിഞ്ഞു. എനിക്ക് ചോദ്യം മനസ്സിലായില്ല. പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് അതിനുള്ള ആൻസർ പറയായിരുന്നു. താനും ഇത്രയും നമ്മൾ ഫ്രണ്ടാണെന്ന് പറയുന്നു. സത്യമില്ലാതെ തന്നെയാണ് തന്റെ മനസ്സിലും. അവൾക്ക് തന്നോടുള്ള അതേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ തനിക്ക് അവളോടുള്ളതെന്നറിയാൻ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. അബി പറഞ്ഞു നിർത്തി. ഞാനും ഇത്രയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പെട്ടെന്നൊരു സംശയം തോന്നാൻ കാരണം? ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ എനിക്ക്. ദേഷ്യത്തോടെയല്ല, എങ്കിലും ഉത്തരം വേണമെന്നുള്ളൊരു ആജ്ഞ പോലെയാണ് വിശ്വ അവരോട് ആവശ്യപ്പെടുന്നത്. നോക്ക് വിശ്വ, മിത്രയ്ക്കോട് വലിയ പരിചയമില്ലെന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ നാട്ടിൽ ജീവിച്ച ശീലമില്ല. അതുകൊണ്ട് തന്നെ അവളെ ഒരാൾക്ക് പറഞ്ഞു പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അവൾ വിദേശത്തായിരുന്നു, പഠിച്ചു വളർന്നില്ല. അവളുടെ വിദ്യാഭ്യാസവും ഏറെ മുക്കാലും വിദേശത്ത് തന്നെയായിരുന്നു. നാട്ടിലെത്തിയിട്ട് വളരെ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അബി ഒന്ന് ശ്വാസമെടുത്തു. കസേരയിൽ ചാഞ്ഞിരുന്നുകൊണ്ട് നെഞ്ചിൽ കൈകെട്ടി വിശ്വ ക്ഷമയോട് അബി പറയുന്ന കേട്ടിരുന്നു. അവളുടെ അച്ഛന് ബിസിനസ്സാണ്. ആ ബിസിനസ് സാമ്രാജ്യം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള കഴിവും പ്രാപ്തിയും എല്ലാം അവൾക്ക് ഉണ്ടായിട്ടും ഇവിടുത്തെ കോളേജിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാ ഒരു 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ടീനക്കൊപ്പം അവൾ ഇങ്ങോട്ട് വന്നിരുന്നത്. കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം. അബി നല്ല ടെൻഷനോടെയാണ് പറയുന്നത്. മുന്നിൽ നിന്ന് തന്നെ സൂക്ഷിച്ചു നോക്കുന്ന വിശ്വയുടെ മുഖത്തെ ഭാവങ്ങൾ തന്നെയായിരുന്നു അതിന്റെ കാരണം. ടീന പറഞ്ഞിട്ട് വന്നാണോ നിങ്ങൾ? അത്രയും പറഞ്ഞ് കേട്ടതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം വിശ്വ അവരോട് തുറന്നു ചോദിക്കുമ്പോൾ അബിയും വിളറിപ്പോയിരുന്നു. നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കൂടിയും എന്തായിരിക്കും നിങ്ങൾക്ക് ഉത്തരം എന്നുള്ളത് നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓർഡർ ചെയ്ത കോഫിമാരോട് വന്നു കണ്ടപ്പോൾ വിശ്വ പറഞ്ഞു വന്നത് നിർത്തി. തനിക്ക് മുന്നിലേക്ക് ആ കോഫി കപ്പുകൾ കൊണ്ടുവച്ചിട്ട് പോകുന്നതിനോട് ചിരിയോടെ താങ്ക്സ് പറഞ്ഞിട്ട് അവൻ തന്നെ അതിലൊരെണ്ണം എടുത്ത് അബിയുടെ മുന്നിലേക്ക് ഒന്ന് എബിക്ക് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുത്തു. കുടിക്ക്. വിശ്വ ആവശ്യപ്പെട്ടിട്ടും അബിയും അതിലൊന്ന് തൊട്ടു നോക്കിയ കൂടിയില്ല. ടീനക്ക് എന്നോടെന്തോ മുൻവൈരാഗ്യമുള്ള പോലെയാണ് പെരുമാറുന്നത്. എന്താണ് അതിന് കാരണമെന്ന് എത്ര ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ആ കുട്ടിയോട് പ്രത്യക്ഷത്തിലൊരു തെറ്റും ചെയ്തിട്ടില്ല, മറിച്ച് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. ആ കുട്ടിയോടൊന്നല്ല, ആരോടും ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റും ചെയ്തിട്ടില്ല. എന്നെ കൊണ്ടാവുന്ന പോലെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മനഃപൂർവ്വമാണെന്നും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്താണെന്ന് ഒരിക്കൽ ടീനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണെന്നും ആ കുട്ടിക്കൊരു സംശയമുണ്ട്. സത്യത്തിൽ അത് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ കോളേജിലും ഇത്രയും പോലെ പുതിയതാ. കോളേജ് ക്യാൻറ്റീനെടുത്ത ലീസിനെടുത്ത് നടത്തിക്കൊണ്ടുപോകാമെന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്ന്. എനിക്കിവിടെ അത്ര വലിയ പരിചയക്കാരോ പരിചിതരൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇങ്ങോട്ട് എത്തിപ്പെട്ട് തന്നെ. കോളേജിൽ അന്ന് നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് മിത്രയോ ടീനയോ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടാവുമെന്ന് കരുതട്ടെ ഞാൻ. വിശ്വ പറഞ്ഞു നിർത്തിക്കൊണ്ട് അബിയെ മാറി മാറി നോക്കി. അവർ രണ്ടാളും അതേ തലവിലേക്ക് സമ്മതിച്ചു. അവരെന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് ടീന പറയും പോലെ അതൊന്നും പ്ലാൻ ചെയ്തുകൊണ്ട് സംഭവിച്ചതായിരുന്നില്ല. ആകസ്മികമായി എനിക്ക് മുന്നിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണുന്ന ആരും ചെയ്യേണ്ടത് തന്നെയാണ് എനിക്കവിടെ ചെയ്യേണ്ടി വന്നത്. അതിനും ഇത്രയൊന്നല്ല, വേറെ ഏത് പെൺകുട്ടിയായിരുന്നാലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും റിയാക്ട് ചെയ്യുക. രണ്ടുപേരും അവൻ പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നം അന്നവിടെ അവസാനിച്ചിരുന്നെങ്കിൽ ഞാനും ഇത്രയും വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമായിരുന്നില്ല. ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ രാഹുൽ അത് മനഃപൂർവ്വം വീണ്ടും വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ പ്രശ്നത്തിൽ ഞാൻ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ വീണ്ടും എനിക്കിതിൽ എന്തൊക്കെയോ ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഇത്രയും ദോഷകരമായി ബാധിക്കുന്നത് കൂടി എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ടീനയുടെ കണ്ണിൽ അതെല്ലാം സംശയമാണെങ്കിൽ കൂടിയും മിത്രയ്ക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. തന്റെ സൗഹൃദത്തിനുള്ള വിശ്വാസമാണോ അതോ മിത്രയോടുള്ള ഇഷ്ടമാണോ അവന്റെ മുഖത്തപ്പോൾ തിളങ്ങിക്കാണുന്നെന്ന് അബിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും മിണ്ടിയില്ല. അന്നത്തെ ആ പ്രശ്നത്തിന്റെ ബാക്കി പോലെ രാഹുൽ ഇപ്പോഴും എന്നെയും ഇത്രയും വിടാതെ പിന്തുടരുന്നുണ്ട്. ഇപ്പൊ കോളേജിൽ എന്റെയും ഇത്രയുടെ ഒരു ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടും കോളേജ് മൊത്തം അതിനെക്കുറിച്ച് ഒരു സംസാരമായിട്ടും ഞാനും ഇത്രയും അതിനെതിരെ ഒന്നും ചെയ്യാത്ത ടീനയുടെ നിർദ്ദേശമായിരുന്നു അങ്ങനെ വിട്ടുകളഞ്ഞാൽ മതിയെന്നുള്ളത്. അതിനെക്കുറിച്ച് ഇനി ഒന്നും ചെയ്യേണ്ടെന്നും അത് രാഹുലിന്റെ ഒരു GPS ആയിട്ട് വിട്ടുകളയെന്നും ടീന പറഞ്ഞു. അത് ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. എന്നിട്ടും പിന്നെയും നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യം തന്നാ എനിക്കങ്ങോട്ട് ഇതിപ്പോ താങ്കൾക്ക് പറയാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവൻ പറയുന്ന കേട്ടുകൊണ്ടിരിക്കേണ്ടി വരികയാണല്ലോ എന്നായിരുന്നു അബിയുടെ മനസ്സിൽ. എന്റെ സൗഹൃദത്തിൽ എനിക്കും മിത്രയുടെ സൗഹൃദത്തിൽ മിത്രക്കും വിശ്വാസമുള്ളിടത്തോളം കാലം ടീന ആരോപിക്കുന്ന പോലെയൊന്നും ഞാൻ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പുള്ളിടത്തോളം കാലം അതിന്റെ പരിശുദ്ധിയെ വേറെ ആർക്കും ഐഡന്റിഫൈ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അഭിലാഷിനെ പിന്നെ മനസ്സിലായി കാണുന്നു കരുതുന്നു. ആദ്യം കാണുമ്പോൾ അവനിലുണ്ടായിരുന്ന അതേ ഹൃദ്യമായ ചിരിയോടെ തന്നെയാണ് വിശ്വ പറയാനുള്ളതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് അവരെ നോക്കിയത്. കോഫി കുടിക്കുക, അത് തണുത്തു പോകും. ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞിട്ട് വിശ്വ തനിക്കുമുള്ള കോഫി ആസ്വദിച്ച് കുടിക്കുകയാണ്. പക്ഷെ അബിയും കഷ്ടപ്പെട്ടാണ് അത് കുടിച്ച്. അവർക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. ടീനയുടെ നിഗമനങ്ങൾ ശരിയെന്നോ തെറ്റെന്നോ അറിയാത്ത വിധമുള്ളതാണ് വിശ്വയുടെ നിലപാട്. ഒന്നുറപ്പുണ്ട്, മിത്രയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് അതിൽ നിന്ന് അവൻ പിന്മാറിപ്പോകുമെന്ന് തോന്നുന്നില്ല.
അതിനുവേണ്ടി അവനോട് എന്ത് പറയണമെന്ന് അവൾക്കറിയില്ല. മിത്രക്കറിയോ നിങ്ങൾ എന്നെ കാണാവുന്ന കാര്യം? ഒടുവിൽ ആ മൗനം മുടിച്ച വിശ്വസനീയാണ്. ഇല്ല. വളരെ ലജ്ജയോടെയാണ് അബി അത് പറഞ്ഞത്. എബിയുടെ കാര്യം അതിലും കഷ്ടമാണ്. അവിടെ ചെന്നിട്ട് അവന് മുമ്പിൽ തണുത്തു തൂങ്ങി നിൽക്കരുതെന്ന ടീനയുടെ മുന്നറിയിപ്പ് അതോർത്തുകൊണ്ട് അവന് വെറുതെ ചിരി വന്നു. തല ഉയർത്തി നിന്നിട്ട് അവനോടൊരു വാക്ക് പോലും തനിക്ക് പറയാൻ കഴിയില്ലെന്ന് എബി മനസ്സിലാക്കി. മുന്നിൽ നിൽക്കുന്നവന്റെ ചിരിക്ക് പോലും ആളുകളെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ ഒരിടത്ത് പോയി ഹീറോ കളിക്കാനും തന്നെ കൊണ്ട് കഴിയില്ലെന്ന് എബി അപകർഷതയോടെയാണ് ഓർത്തത്. എന്റെ പൊന്ന് ചങ്ങാതിമാരെ, ടീന പറഞ്ഞു കേട്ടുടനെ വണ്ടി എടുത്തുകൊണ്ട് എന്നെ കാണാൻ ഓടിപ്പാഞ്ഞു വരും മുന്നേ നിങ്ങൾക്ക് അവളിൽ നിന്ന് കാണാൻ തോന്നിയില്ലല്ലോ മിത്രേ. വീശ തങ്ങളെ കളിയാക്കിയാണ് എന്ന് പോലും അഭിക്ഷേപിക്കും തോന്നി. പക്ഷെ അവന്റെ ചിരിയിലോ മുഖത്തോ അങ്ങനെയൊരു ഭാവമേ ഇല്ല. എന്നെ കുറിച്ച് നിങ്ങൾ മിത്രയോട് ചോദിക്കണമായിരുന്നു. എങ്കിൽ ഇങ്ങനെ വരവ് തന്നെ ഒഴിഞ്ഞിട്ടിയാനെ. കാരണം എന്റെ സൗഹൃദം സ്വീകരിച്ചവൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാൻ കഴിയല്ലോ. എന്റെ ഭാഗത്ത് റോങ് ആയിട്ട് ഒന്നില്ലെന്ന് തോന്നിയിട്ടാവുമല്ലോ അവളെന്റെ സുഹൃത്തായത്. അപ്പൊ പിന്നെ എന്നെ കാണുന്നതിലും നല്ലത് എന്നെ കുറിച്ചറിയാൻ, എന്റെ ഉദ്ദേശശുദ്ധിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നറിയാൻ അവളെ കാണുന്നതായിരുന്നു കൂടുതൽ നല്ലത്. അതിലെ ഞങ്ങൾ പറഞ്ഞല്ലോ മിത്രക്ക് നാടിനെ കുറിച്ച് അത്ര വലിയൊരു അഭിലാഷ് ജാളിതയോടെയാണ് പറയുന്നത്. സുഹൃത്തെ, നമ്മൾ നാട്ടുകാർ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു പോകും? നമ്മുടെ നാടെങ്ങനെ നന്നായി പോവും? വിശ്വ അബിയെ നോക്കി. എല്ലായിടത്തും ഉണ്ട് നല്ലവും ചീത്തയും, എല്ലാത്തിലും ഉണ്ട് നല്ലവും ചീത്തയും. എന്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടറിഞ്ഞ മിത്ര ആള് പൊളിയാണ്. നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും മാത്രമല്ല, എല്ലാത്തിനെ കുറിച്ച് അവൾക്ക് നല്ല പോലെയുള്ള വിവരമുണ്ട്. അതായത് ആള് പൊട്ടിയല്ല, ഉള്ള വിദ്യാഭ്യാസത്തിന്റെ വിവേകമുള്ളവർ തന്നെയാ. ആൾക്ക് സ്വന്തമായി നിലപാടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കാൻ അവൾക്കറിയാം. പിന്നെ മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഒരു പരിധിയിൽ കൂടുതൽ അവൾ എത്തി നോക്കാറില്ലെന്ന് തോന്നുന്നു. പറയേണ്ടത് ആർക്കെങ്കിലും പറയാനുള്ള ധൈര്യവും തന്നേടവും ഉണ്ട്. ഒരു കാര്യവും ഫോഴ്സ് ചെയ്തുകൊണ്ട് അവളെ ചെയ്യിപ്പിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വിദേശത്ത് പഠിച്ചുകൊണ്ടുള്ള ഗുണം തന്നെയാവും ഇതെല്ലാം. ആളുകളെ മുൻവിധിയില്ലാതെ സ്വീകരിക്കാൻ അവൾക്ക് കഴിയും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ മനസ്സിലാക്കിയ മിത്ര ഡെന്നിസ് മാത്യു മിടുക്കിയ. മിത്രയെക്കുറിച്ച് പറയുന്നവന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എബിക്ക് തന്നെ അവനോട് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. കുറച്ചു സമയം കൊണ്ട് ഇവൻ മിത്രയെ ഇത്രയും മനസ്സിലാക്കിയെന്നായിരുന്നു അബിയുടെ മനസ്സിലും. മിത്ര എനിക്ക് ഇഷ്ടമാണ് വിശ്വ. അവൾക്ക് എന്നെ ഈ കോഴ്സ് കൂടി കഴിഞ്ഞ് വീട്ടിൽ പറയുന്ന എന്റെ തീരുമാനം. ഇനിയും പിടിച്ചിൽക്കാൻ വയ്യം തോന്നിയിട്ടാണ് എബി അല്പം വെപ്രാളത്തോടെ അത് പറഞ്ഞ്. ഓ റിയലി, കൺഗ്രാറ്റ്സ്. വിശ്വ ചിരിയോടെ എഴുന്നേറ്റുകൊണ്ട് എബിയുടെ നേരെ കൈ നീട്ടി. തിരികെ അവന് കൈ കൊടുത്തുകൊണ്ട് താങ്ക്സ് പറയുമ്പോൾ വിശ്വയുടെ മുഖത്ത് ഭാവമാറ്റം വല്ലതും കാണുന്നുണ്ടോ എന്നായിരുന്നു എബി അബിയും ശ്രദ്ധിച്ച് മുഴുവൻ. പക്ഷെ അങ്ങനെയൊന്നും കാണാൻ അവർക്ക് കഴിഞ്ഞുമില്ല. ഇത് എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ഞാനും ഇത്രയധികം സംസാരിക്കാറില്ല. അതുമില്ല, ഇതൊക്കെ പറയാൻ മാത്രം അടുപ്പൊന്നും ഞങ്ങൾ തമ്മിൽ ആയിട്ടില്ല. അതൊക്കെ കൊണ്ടാവും എബിനെ കുറിച്ച് ഞാൻ അറിയാതെ പോയത്. വിശ്വക്ക് അപ്പോഴും ചിരി തന്നെയാണ്. ടീനയ്ക്ക് അവനെ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയെന്നായിരുന്നു ആ നിമിഷം അവരുടെ മനസ്സിൽ. ഉറച്ചൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തൊരു സംഘർഷമുണ്ട് അപ്പോൾ മുതൽ അബിക്കും എബിക്കും. വിശ്വ വീണ്ടും എബിയോട് സംസാരിക്കുന്നുണ്ട്. തന്റെ നാടിനെ കുറിച്ച്, ജോലിയെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, അങ്ങനെയൊക്കെ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ടെങ്കിലും എബി അതിലെല്ലാം വളരെ അസ്വസ്ഥനായിരുന്നു. നീ ഭാഗ്യമുള്ളനാ എബി. മിത്ര നല്ല കുട്ടിയാ. ആൾക്ക് മനുഷ്യരെ അവരായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. വിശ്വ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് അബിക്കും എബിക്കും ഉറപ്പുണ്ട്. എബിന്റെ ആ ഭാഗ്യം വിശ്വകാരന് ഇല്ലാതാവരുത്. കാരണം അവനവൾ ഒരുപാട് ഇഷ്ടമാണ്. താനും ഇത്രയും ഇന്നലെ മിനിയാ തുടങ്ങിയ ബന്ധം പോലെയല്ലേ ഇത്. ആൾക്ക് വേണ്ടിയുള്ള അവന്റെ കാത്തിരിപ്പിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അവന്റെ പെണ്ണാണ് മിത്ര. ഇനി താനായിട്ട് വിശ്വയുടെ ചിരിമാഞ്ഞു. പകരം അവന്റെ നോട്ട രൂക്ഷമായി. അബി ആവേശത്തിൽ പറഞ്ഞു വന്ന് പാതിയിൽ നിർത്തി. മിത്രയ്ക്ക് എബി ഇഷ്ടമാണെന്ന് തന്നെയല്ലേ ഇയാള് പറഞ്ഞ്? വിശ്വ എബിക്ക് നേരെ നോക്കി. അബിയെ കൂടി നോക്കിയിട്ട് എബി അതേന്ന് തലയാട്ടി കാണിച്ചു. വർഷങ്ങളുടെ പഴക്കമുള്ള തന്റെ പ്രണയത്തിന്റെ അവകാശിയെ അപ്പൊ തനിക്ക് വിശ്വാസമല്ലേ എബിൻ? വിശ്വ ചോദിക്കുമ്പോൾ എബി വിളറിപ്പോയി. അതല്ല വിശ്വ, മിത്രക്ക് അവനോട് ഇഷ്ടമാണ്. പക്ഷെ ഇതുവരെ അവളെ തുറന്ന് സമ്മതിച്ചു തന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൾ ഈ കോഴ്സ് കഴിയാൻ വേണ്ടി കാത്തിരിപ്പാണെന്ന്. അതിനിടയിൽ അബി എബിക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നോക്ക് അഭിലാഷ്, മിത്ര എന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എബിന് അവന്റെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ സൗഹൃദത്തെ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാനായിട്ട് മിത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യില്ല. വിശ്വ ഉറപ്പോടെ പറഞ്ഞു. മിത്രയ്ക്ക് എപ്പോഴെങ്കിലും തന്നോട് ഇഷ്ടം തോന്നിയാലോ? എന്തായിരിക്കും വിശ്വയുടെ റിപ്ലൈ? അപ്പോഴും ഇതേമാതിരി തന്നെ പ്രതീക്ഷിക്കാവോ? വിശ്വ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അബിയുടെ ആ ചോദ്യം അതിനു മുന്നിൽ അവനൊന്ന് പകച്ചുപോയി. ശരിയെന്നാ പോയി. ആർക്കും ഉത്തരം കൊടുക്കാൻ വിശ്വ എഴുന്നേറ്റതും അബി അവനെ വെപ്രാളത്തോടെ നോക്കി. അല്ല വിശ്വ, ഉത്തരവൊന്നും പറഞ്ഞില്ല. അബി അവനെ നോക്കി മോഞ്ചു വിളിച്ചുകൊണ്ട് അവനെ ഓർമ്മിപ്പിച്ചു. സത്യത്തിൽ ഈ ചോദ്യം ഉത്തരം അറിയിക്കുന്നുണ്ട് അഭിലാഷ്. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. വിശ്വയുടെ സ്വരത്തിലും മുഖത്തിനും കാര്യമായ മാറ്റങ്ങളുണ്ട്. അതിനർത്ഥം ആ ചോദിച്ച അവന് ഇഷ്ടമായിട്ടില്ലെന്ന് തന്നെയാണ്. പക്ഷെ ഉള്ളിലൊരു വേവലാതിയുണ്ട് അബിക്ക് എബിക്കും. ടീന ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതത്ര വലുതല്ലായിരുന്നു. വിശ്വ വന്ന് കണ്ട മുതൽ
അവന്റെ രൂപവും ഭാവവും അതിനേക്കാൾ ശക്തമായ അവന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം കൂടി നേരിട്ടറിഞ്ഞോടെ ആ വേവലാതി വല്ലാതെ വളർന്നാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അല്പം സമാധാനത്തിനെങ്കിലും വിശ്വയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞുമില്ല. എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനർത്ഥം ഇത്രയും നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തന്നെയല്ലേ? അതവൾ അറിഞ്ഞാലോ? അതിനെക്കുറിച്ച് ഓർത്തു നോക്കി നിങ്ങൾ. വിശ്വയുടെ സ്വരം അല്പം കൂടി രൂക്ഷമാവുകയും ചെയ്തു. നോക്കി വിശ്വ, മിത്രയോട് ഞങ്ങൾക്കുള്ള വിശ്വാസം അതൊരിക്കലും ഇയാളോട് വിശദീകരണം തരേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ആ മിത്രയെ വിശ്വാസമില്ലായിട്ടല്ല, ഞങ്ങൾക്ക് അവളോടുള്ള ആ വിശ്വാസം തന്നോടില്ല. എത്രയൊക്കെ ബെസ്റ്റ് എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞാലും അതൊക്കെ കാലക്രമേണ പ്രണയത്തിലേക്ക് തന്നെ എത്തിപ്പെടാറുണ്ടല്ലോ. ഒരു 100,000 ഉദാഹരണങ്ങൾ നമ്മൾക്ക് ചുറ്റും തന്നെയുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റൊന്നുമില്ലല്ലോ. തങ്ങൾക്കിടയിലെ പിടപ്പ് വിശ്വ അറിയരുതെന്നൊരു നിർബന്ധമുള്ള പോലെ വല്ലാത്തൊരു മുറുക്കമുണ്ട് അഭിക്കത് പറയുമ്പോൾ. വിശ്വ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ട്. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനുള്ള ആളാണ് മിത്ര. ബോൾഡ് ആൻഡ് ബ്യൂട്ടി. പിന്നെ അവളുടെ പേരുള്ള സ്വത്തുക്കള്. തനിക്കിപ്പോൾ അവളോടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ. പക്ഷെ ഇന്നും അതങ്ങനെ തന്നെയാവുന്നില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാഹചര്യവും സന്ദർഭവും ഒത്തുകിട്ടിയ ഏതൊരാളിനെയും പോലെ തനിക്ക് അവളെ സ്വന്താക്കിയിരുന്നൊരു ചിന്ത വരില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ തോന്നില്ലെന്നൊരു ഉറപ്പൊന്നും പറയാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദ്യം അവനോട് ചോദിച്ചതെന്ന് വളരെ ലാഘവത്തോടെ വിശ്വയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അബി. എബി വിശ്വയെ പോലെ തന്നെ ഒന്നും മിണ്ടാതെ എന്നാൽ ആർക്കും മനസ്സിലാവാത്തൊരു ഭാവത്തിലിരിക്കുകയാണ്. സമ്മതിച്ചു, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല. അത് നിങ്ങളുടെ ചോയ്സ്. അതിലെനിക്കൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ല. അതങ്ങനെ തന്നെ നിന്നോട്ടെ. എനിക്കൊരു വിഷയമല്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ അല്പം പോലും ചിരിയില്ലാതെ വിശ്വ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു. അവനാ പറഞ്ഞു നിർത്തിയ പക്ഷേ രണ്ടുപേരുടെയും ചങ്കിടിപ്പ് കൂട്ടി. എങ്കിലും അവരെ സമൃദ്ധമായി മറച്ചു പിടിച്ചുകൊണ്ട് വിശ്വയെ നോക്കി. എബിനും ഇത്ര ഇഷ്ടമാണ്. അതും ചുമ്മാ ഒരു ഇഷ്ടമല്ല, ലൈഫ് പാർട്ണറാക്കാൻ മാത്രം വലിപ്പമുള്ളൊരു ഇഷ്ടം. ആ ഇഷ്ടം ഇത്രക്കുണ്ടെന്ന് പറയുന്നു. എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഇഷ്ടത്തോടെ എബിൻ കാത്തിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും അവൾക്കും എബിനോട് ഇഷ്ടമുണ്ടെന്നുള്ള സ്ഥിതിക്കും ഞാൻ ഫ്രണ്ട്ഷിപ്പ് വിട്ട് ഒരു പ്രപ്പോസലുമായി അവൾക്ക് മുന്നിലേക്ക് ചെന്നാലും സ്വാഭാവികമായിട്ടും മിത്ര റിജക്റ്റ് ചെയ്യില്ലേ? ആ വിശ്വാസം എബിനില്ലേ? എബിയുടെ മുഖം കുനിഞ്ഞു പോയി. അബി വിഷയെ തുറിച്ചു നോക്കി. അല്ല, ആത്മാർത്ഥ ഇഷ്ടമുള്ള ഒരാൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതുകൊണ്ട് ചോദിച്ചു പോയതാ. അവർ രണ്ടുപേരുടെയും ഭാവം കണ്ടിട്ട് ചിരിയോടെ വിശ്വ പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് വിട്ടൊരു പ്രപ്പോസൽ തന്നെയാണോ തന്റെ ഉദ്ദേശം? അബി ചാടി എഴുന്നേറ്റുകൊണ്ട് വിശ്വക്ക് നേരെ വിളിച്ചുകൊണ്ടി. അഭിലാഷ് കൂൾ, ഇവിടെ വേറെ ആളുകളുണ്ട്, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. ചുറ്റും നോക്കിയിട്ട് ശബ്ദം കുറച്ചുകൊണ്ട് വിശ്വ പറഞ്ഞപ്പോഴാണ് അബി അതോർത്ത്. ഒരു നിമിഷത്തെ വികാരക്ഷോഭം. എബി അവനെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പല്ല് കടിച്ചു പിടിച്ച് കണ്ണടച്ചുകൊണ്ട് അവൻ ഒരു നിമിഷം നിന്നിട്ട് വീണ്ടും കസേരയിലേക്ക് തന്നെ ഇരുന്നു. ആക്ച്വലി എന്താ നിങ്ങളുടെ പ്രശ്നം? ആർക്ക് നേരെ നോക്കി വിശ്വ ശാന്തമായി ചോദിച്ചു. നീയാണിപ്പോ ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അബിക്കാരിയോടെ വിശ്വയെ നോക്കി. ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? ലൈഫിൽ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത് തന്നെ. നിങ്ങൾ എന്നെ എന്നിട്ടും പിന്നെ ഞാനെങ്ങനെ നിങ്ങളുടെ മെയിൻ പ്രശ്നമാവും? അതുകൂടി പറഞ്ഞ അഭിലാഷ്. ചിരിയോടെ തന്നെ വിശ്വ ചോദിച്ചു. എബിന് അപ്പോഴൊന്നും മിണ്ടുന്നില്ല. മുഖം കുനിച്ചിരിക്കുന്നു. വിശ്വക്ക് ആ കാഴ്ച വല്ലാത്തൊരു നോവ് തീർക്കുന്നുണ്ട്. മിത്രയ്ക്ക് അവനോടുള്ള ഇഷ്ടം ആളെ നഷ്ടപ്പെടുമോ എന്നുള്ള അവന്റെ ഭയം, ഇതെല്ലാം അളവൊട്ടും കുറയാതെ തന്നെ വിശ്വക്ക് അവന്റെ നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞിരുന്നു. പക്ഷേ അവന് താൻ നിസ്സായനാണെന്ന് തോന്നിയ നിമിഷം അവന് വെറുതെ ദേഷ്യം വരുന്നുണ്ട്. തന്നിൽ നിയോഗിക്കപ്പെട്ടൊരു കടമയുണ്ട്. ഏത് പ്രതിസന്ധികളിലും തനിക്കത് ചെയ്തേ മതിയാവൂ. മിത്രയായിട്ടുള്ള നിന്റെ സൗഹൃദം അതാണ് ഞങ്ങളിപ്പോ സംഘർഷത്തിലാക്കുന്നത്. അതുകൊണ്ട് അത്രയും വരെ ആവേശത്തിൽ പറഞ്ഞെങ്കിലും വിശ്വയുടെ നേരെ നോക്കി ബാക്കി പറയാതെ അഭിയൊന്ന് അറച്ചു. അതുകൊണ്ട് വിശ്വ ആ ചോദ്യം ഒന്ന് എടുത്തു ചോദിച്ചു. അതുകൊണ്ട് നീ അത് വിട്ടിട്ട് വേണം. പറയാതെ വയ്യുന്ന പോലെ അബി അതിന്റെ കൂടെ പറഞ്ഞു. ബുദ്ധിമുട്ടാണ്. അല്പം പോലും വൈകാതെ വിശ്വയുടെ ഉത്തരം. അബിക്ക് ദേഷ്യം വിറഞ്ഞു കയറി. പക്ഷേ അവനത് അടക്കി പിടിച്ചു. തൊട്ടരികിരിക്കുന്ന എബി, അവന്റെ കുനിഞ്ഞുപോയ മുഖം, സങ്കടം, നിരാശ, ഇതെല്ലാം കണ്ടിട്ട് അബിക്ക് വിശ്വയോടുള്ള ദേഷ്യമല്ലാതെ കൂടുകയാണ്. കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും നീ അവളെ വിട്ടേക്ക് വിശ്വ. അതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല നിനക്ക് നേരിടാനുള്ളത്. അത് മറക്കണ്ട. അബിയുടെ സ്വരം മുറുകി. ഭീഷണിയാണോ? വിശ്വക്ക് ചിരി തന്നെയാണ്. ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെ ആരുമില്ലാത്തവരാണല്ല മിത്ര ഡെന്നീസ് മാത്യു. നീ ഞങ്ങളെ കണ്ട് മാത്രം അവളെ അളക്കരുത്. നീ കണ്ടതല്ല ശരിക്കുള്ള മിത്ര. അവളെ സ്വപ്നം കാണാൻ കൂടി നിനക്കൊരു യോഗ്യതയുമില്ല. അതൊക്കെ നീ തന്നെ തിരിച്ചറിയണം. എന്നിട്ട് നീ തന്നെ അവളിൽ നിന്ന് തിരികെ നടന്നേക്കുക. വെറുതെ ഇതൊരു വലിയ പ്രശ്നമാവാതിരിക്കാൻ നീ തന്നെ ശ്രമിച്ചോ? അല്ലെങ്കിൽ പിന്നെ ഇത് നിന്റെ പിടിയിൽ നിൽക്കില്ല. നിനക്കറിയില്ല, DR ഗ്രൂപ്പ് ഉടമ ഡെന്നീസ് മാത്യുവിന്റെ പിടിപാട്. ആളുടെ ഒറ്റ മോളാ മിത്ര. അമ്മ മരിച്ചുപോയ അവളില്ല ആ മനുഷ്യന്റെ ജീവിതവും ജീവനും. അങ്ങനെയുള്ളപ്പോ അവൾ അദ്ദേഹം നിന്നെ പോലെ ഒരാൾക്ക് തരില്ല. അതുറപ്പാ.
മകൾക്ക് പിറകെ നീയുണ്ടെന്നറിഞ്ഞ ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ അങ്ങനെ നിന്നെ തീർത്ത് കളയും. വെറുതെ നല്ല പ്രായത്തിൽ തന്നെ ആയുസെത്താതെ ഒടുങ്ങിപ്പോടാ മോനെ. ആലോചിച്ച് നോക്ക്. ഒരൊറ്റ ശ്വാസത്തിലാണ് അബി അത്രയും പറഞ്ഞു നിർത്തത്. വെള്ളം വേണം. നേരത്തെ ഉണ്ടായിരുന്ന അതേ ചിരിയോടെ തന്നെ കിതപ്പകറ്റാൻ ശ്രമിക്കുന്ന അബിക്ക് നേരെ നോക്കി വിശ്വ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ ഇത് ഏത് സാധനം എന്ന പോലെ വിശ്വയൊന്ന് തുറിച്ചു നോക്കി. സത്യത്തിൽ അഭിലാഷ് എന്തിനാ ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഇത്രയോട് പറഞ്ഞെന്നുപോലും എനിക്കറിയില്ല. വിശ്വ പറഞ്ഞു നിർത്തുമ്പോൾ താൻ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞൊക്കെയും വെറുതെ ആയിപ്പോയെന്നൊരു ഭാഗത്തിൽ അബി വിശ്വയെ നോക്കി. ഇപ്പോഴും ഞാൻ പറയുന്നു, മിത്ര ഡെന്നീസ് മാത്യു എന്റെ സൗഹൃദം മാത്രമാണ്. എബിനവളെ കാത്തിരിപ്പുണ്ടെന്ന് അറിയാവുന്ന ഞാൻ എന്തായാലും മിത്രയോടൊരു ഇഷ്ടം പറഞ്ഞിട്ട് ചെല്ലില്ലെന്നൊരു വാക്കെന്നാ നിങ്ങളുടെ പ്രശ്നം തീരുമോ? അത് ചോദിക്കുമ്പോൾ വിശ്വയുടെ നോട്ട് എബിന്റെ നേരെയാണ്. ആ പറഞ്ഞു കേട്ടിട്ടാണ് എബി മുഖം ഉയർത്തി നോക്കുന്നത്. പക്ഷെ അവന്റെ മുഖത്തൊരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെയാണ്. എബിനോട് ആത്മാർത്ഥമായ ഇഷ്ടം ഉണ്ടെങ്കിൽ, അവനോടൊപ്പം ഒരു ലൈഫ് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിത്രയും അങ്ങനെ തന്നെയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്കറിയാവുന്ന മിത്രയ്ക്ക് ആരെയും ചതിക്കാൻ കഴിയില്ല. വിശ്വ അത്രയൊക്കെ പറഞ്ഞിട്ടും എബിക്കും വലിയ സന്തോഷമൊന്നുമില്ല. ചങ്ങിലൊരു മുള്ളൊടുങ്ങിയ പോലെ വിശ്വയെ നോക്കുമ്പോൾ അവന്റെ ചിരിയും സംസാരവും പിന്നെ ആരെയും ഭയമില്ലാത്ത നിലപാടും കാണുമ്പോൾ ആർക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തോന്നിയത്. അത് അവരുടെ മുഖത്തും വാക്കുകളിലും പ്രകടമായി തന്നെ കാണാനുമുണ്ട്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം.